നമസ്കാരം. 2025 വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ഏറ്റവും പുണ്യമേറിയ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വന്നെത്താൻ പോകുന്നു. എന്നാൽ ഇത്തവണ കലണ്ടറുകൾ നോക്കുമ്പോൾ പലർക്കും വലിയൊരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഏകാദശി വ്രതം എടുക്കേണ്ടത് ഡിസംബർ 30-നോ അതോ 31-നോ എന്ന്. ഒരു വിഭാഗം 30-ന് എന്നും ഒരു വിഭാഗം 31-ന് എന്നും പറയുന്നുണ്ട്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ 2 തീയതികളിൽ സംശയം വന്നത് എന്ന് നോക്കാം. സാധാരണ സൂര്യോദയ സമയത്തുള്ള തിഥിയാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഡിസംബർ 30 ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ദശമി തിഥിയാണ് നിൽക്കുന്നത്. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം രാവിലെ 7:50 ആകുമ്പോഴാണ് ഏകാദശി തിഥി തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് 2 അഭിപ്രായങ്ങൾ വരാൻ കാരണം. ഈ സമയ വ്യത്യാസം കാരണം ഏകാദശിയെ 2ആയിട്ട് തരംതിരിക്കാം. ഇതിനെ ആനന്ദപക്ഷ ഏകാദശി എന്നും ഭൂരിപക്ഷ ഏകാദശി എന്നും വിളിക്കുന്നു. സാധാരണ കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലും ഡിസംബർ 30-നാണ് ഏകാദശി നൽകിയിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമികൾ, അതായത് സാധാരണ കുടുംബജീവിതം നയിക്കുന്നവർക്ക് സൂര്യോദയത്തിന് ശേഷം ഏകാദശി വന്നാലും അത് വ്രതം എടുക്കാവുന്നതാണ്. ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അന്നാണ് ആചരിക്കുന്നത്. പ്രധാനമായും ഇസ്കോൺ ഭക്തരും സന്യാസിമാരും മഠങ്ങളുമാണ് ഡിസംബർ 31-ാം തീയതി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഇവർക്ക് ദശമി തിഥിയുടെ ഒരംശം പോലും ഏകാദശി ദിവസം വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബർ 31-ാം തീയതി ബുധനാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഇനി സാധാരണക്കാർക്ക് ഏത് ദിവസമാണ് ഉചിതം എന്ന് നോക്കാം. നിങ്ങൾ വലിയ ചിട്ടകളൊന്നുമില്ലാതെ ഭക്തിപൂർവ്വം വ്രതമെടുക്കുന്ന ഒരാളാണെങ്കിൽ ഡിസംബർ 30 ചൊവ്വാഴ്ച ധൈര്യമായി വ്രതമെടുക്കാവുന്നതാണ്. നാട്ടിലെ പൊതുവായ രീതിയും ഇതുതന്നെയാണ്. അതല്ല, ദശമി തിഥി തീരെ പാടില്ല, വൈഷ്ണവ സമ്പ്രദായ പ്രകാരം അതികഠിനമായ ചിട്ടയോടെ വ്രതമെടുക്കണം എന്നുള്ളവർ ഡിസംബർ 31 ബുധനാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏത് ദിവസം വ്രതമെടുത്താലും മനസ്സറിഞ്ഞ് ഓം നമോ നാരായണായ എന്ന് ജപിച്ച് ഭഗവാനിൽ അർപ്പിക്കുന്ന വ്രതം അവിടുന്ന് സ്വീകരിക്കും. അതുകൊണ്ട് ദിവസമല്ല പ്രധാനം, നിങ്ങളുടെ സൗകര്യത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് ഈ 2 ദിവസത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും സ്വർഗവാതിൽ ഏകാദശിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.